UN സ്ഥാപിതമായ ഉടൻ തന്നെ ഉയർന്നു വന്ന ഒരു വാദമാണ് ദ്വിരാഷ്ട്രവാദം. പലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ വേണം. പക്ഷേ ഇസ്രായേൽ അതിനോട് യോജിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ എതിർത്തു. പിന്നീട് ഈ ജെറുസലേമിൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ച് ഇത് നീണ്ടുപോയി. ഇപ്പോൾ ഈ ദ്വിരാഷ്ട്രവാദത്തിൽ പലസ്തീൻ വേണം സ്ഥാപിക്കണം എന്നൊക്കെ പറയുന്നു. ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല, അവിടുത്തെ ജനങ്ങളില്ല, അവരെ മറയാക്കിക്കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന 2007 മുതൽ അവിടെ അടിച്ചമർത്തി ഭരണം നടത്തുക. ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കളെല്ലാം തീർന്നു പോയിട്ടുണ്ട്. അവർ നിയമിച്ച ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല. UN കൊടുക്കുന്ന സഹായങ്ങൾ കരിഞ്ചന്തയെ വിറ്റിട്ട് ആ പൈസ കൊണ്ടാണ് ഇവർ നടത്തുന്നതൊക്കെ പറയുന്നത്. ഇപ്പം നിലവിൽ ഈ ഇസ്രായേൽ പറയുന്നത് ഹമാസ് ഭീകരരെ തുടച്ച് നീക്കിയിട്ട് ഗസ ഞങ്ങൾ പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിൽ വരുത്തും. വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഗൊലാൻ കുന്നുകൾ, ആ മേഖലയെല്ലാം ഇനി ഞങ്ങളുടെ സ്വന്തമാണ്, ജെറുസലേം ഞങ്ങളുടെ തലസ്ഥാനമായി മാറുന്നു. അപ്പോൾ ഹമാസിനെ വേണ്ടിയിട്ട് നിലവിളി കൂട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇസ്രായേൽ ചില നിലപാടുകളും തുറന്നു പറയുന്നില്ലേ ഇപ്പം? അല്ല, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗസയിൽ പലസ്തീൻ ലിബറേഷൻ ആർമി അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീൻ വിമോചന സേന എന്ന് പറയുന്ന സംഗതി അവർ ഇപ്പോൾ ഇല്ല അവിടെ. പലസ്തീൻ വിമോചന സേനയെ മറയാക്കി നിർത്തി കുറച്ചു കാലം പ്രവർത്തിക്കുകയും പിന്നെ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന രൂപീകരിച്ച് ആ ഭീകരവാദ സംഘടന അതിൻ്റെ ഭരണം ഏറ്റെടുത്തു. 2005-ലും 2007-ലും ദുരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് പലസ്തീനാകാം, ഗസ അവരുടെ കീഴിലായിക്കോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ ഗസയിൽ ഹമാസ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഭൂഗർഭ അറകൾ പണിത്, ടണലുകൾ പണിത് പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു. ആ ടണലുകളിലെല്ലാം ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു. അവിടെ നിന്നെല്ലാം റോക്കറ്റ് ലാഞ്ചിങ് പാടുകളുണ്ടാക്കി. അതിനെ എതിർത്തിരുന്ന പലസ്തീൻകാരെ വകവരുത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുട്ടികള കവചങ്ങളാക്കി ഉപയോഗിച്ചു. എന്നിട്ടാണ് ഇവർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത്. ഇസ്രായേലിനെ ഞങ്ങൾ തകർക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഹമാസിനെ ഒരു ജനാധിപത്യ സംവിധാനമായിട്ടാണോ ടെറർ ഗ്രൂപ്പായിട്ടാണോ അംഗീകരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് പലസ്തീൻ വേണമെന്നാണ്. ആ പലസ്തീൻ വിമോചന സേനയുടെ കയ്യിൽ ഇപ്പോൾ ഗസ ഇല്ല, അത് ഹമാസിൻ്റെ കയ്യിലാണ്. ഹമാസ് പലസ്തീൻ വേണമെന്നല്ല പറയുന്നത്, അവിടെ ഒരു മതരാജ്യം വേണമെന്നാണ് പറയുന്നത്, ഒരു ഇസ്ലാമിക മതരാജ്യം. ഹമാസ് അവകാശപ്പെടുന്നത് ആ ഇസ്ലാമിക മതരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി തങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജിഹാദ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു മതയുദ്ധമാണ്. അതിൻ്റെ ലക്ഷ്യം ഒരു മതസാമ്രാജ്യം സ്ഥാപിക്കലാണ്. ആ മതസാമ്രാജ്യത്തിൻ്റെ പ്രദേശത്തൊന്നും സയോണിസം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് ഇവർ ആരോപിക്കുന്ന ഇസ്രായേലിന് നിലനിൽപ്പില്ല. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണെന്നാണ്. അവർക്ക് യുദ്ധമില്ലെങ്കിൽ അവരില്ലാതെയായിപ്പോവും, അവരെ നശിപ്പിച്ച് കളയും. അതിൻ്റെ ചരിത്രമുണ്ട്. കാരണം 47-ന് ശേഷം എത്രയോ സന്ദർഭങ്ങളിൽ നടന്നിട്ടുണ്ട്. എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിന്നിട്ട് എതിർത്തില്ലേ? അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ടെററിസ്റ്റുകൾക്ക് അഭയം കൊടുക്കുന്നവരും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭീകരവാദികൾക്ക് അഭയം കൊടുക്കുകയും ഭീകരവാദികൾക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്വന്തം രാജ്യത്ത് സ്ഥലം അനുവദിക്കുകയും ചെയ്യുന്നവരെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണല്ലോ. അപ്പോൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിട്ട് എങ്ങനെയാണ് ചർച്ച ചെയ്യുക? ഭീകരവാദികളുമായിട്ട് ചർച്ച സാധ്യമല്ലല്ലോ. അപ്പോൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഭീകരവാദികൾ തന്നെ. അപ്പോൾ ഭീകരവാദികൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ അവരെ ആക്രമിക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ വാദം. ഇതിനോട് നിങ്ങൾക്ക് വിയോജിക്കുക, ഇസ്രായേൽ അതാണ് പറയുന്നത്. പിന്നെ ഇസ്രായേൽ ഗസ കോൺകർ ചെയ്യുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്.
ഇസ്രയേലിനെതിരെയുള്ള ടണലുകൾ നിർമ്മിച്ച് ആയുധങ്ങൾ കരുതിയിരുന്ന മറ്റേ ടെൽ അവീവിലേക്ക് സ്ഥിരമായിട്ട് ആയുധാക്രമണം നടത്തുന്നവർ എന്ത് ചെയ്യണം? അതാ ഇസ്രയേൽ സഹിക്കണോ? അത് സഹിക്കാൻ അവർ തയ്യാറല്ല. ലളിതമാണ് കാര്യം. അപ്പോഴെന്ത് വേണം? അപ്പോൾ ഈ പ്രദേശത്തുള്ള ഈ സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കണ്ടേ? ആശുപത്രികൾക്ക് അടിക്ക് ടണലുകൾ പണിതിട്ട് അല്ലെങ്കിൽ കോട്ടകൾ കെട്ടിയിട്ട് അടിക്ക് ഭൗമ അന്തർഭാഗത്ത് പണിതിരിക്കുന്ന കോട്ടകൾ, അതിനെന്തൊരു വാക്കുണ്ട്, ബങ്കറുകൾ. ആ കോട്ടകൾ നിർമ്മിച്ചിട്ട് ആ കോട്ടകൾക്കകത്ത് ആശുപത്രി മുകളിൽ അടിയിലെന്താണ്? അടിയിൽ ആയുധം കരുതിയിരിക്കുന്നു. എന്നിട്ട് ടെററിസ്റ്റുകൾ ഇരിക്കുന്നു. ആ ടെററിസ്റ്റുകൾ അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അപ്പം മനുഷ്യ കവചങ്ങളാക്കി വെച്ചുകൊണ്ടാണ് ഈ ഗസയിൽ ഇപ്പോൾ ഇത്രയും നാൾ ഹമാസ് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഗസ സിറ്റി ആയിരുന്നു. ഈ ഗസ സിറ്റിയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറി ടാങ്കുകളുമായിട്ട് അവർ വന്ന് കയറുകയാണ്. കരസേന യുദ്ധത്തിന് തയ്യാറായി വരുന്നു. വ്യോമസേന വന്ന് അതിനുള്ള കളമൊരുക്കി അവിടുത്തെ വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുന്നു. കാരണം ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ മുകളിൽ നിന്ന് ആക്രമണം ഉണ്ടാകരുത് എന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ കൂടെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണ് ലോകരാജ്യങ്ങൾ UN-ൽ പോയി പ്രമേയം പ്രശ്നം ഉണ്ടാക്കുന്നത്? UN-ന്റെ പ്രമേയത്തിന് വലിയ കാര്യമൊന്നുമില്ല. UN ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാമോ? പറ്റില്ല. ഇന്ന് വരെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് കാപ്പിയും കുടിച്ച് കശുവണ്ടി നിന്ന് പോരാനുള്ളൊരു സ്ഥലം എന്നല്ലാണ്ട് വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്ത് പ്രസക്തി ഉണ്ടെന്ന് ഇപ്പോൾ? അവരെന്താ ചെയ്യുന്നത്? അവരൊരു പ്രമേയ അമേരിക്ക വീറ്റോ ചെയ്തില്ലേ? അപ്പോൾ തീർന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വീറ്റോ പവർ കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്ത് ജനാധിപത്യമുണ്ട്? വീറ്റോ പവർ കൊടുത്തതിന് ശേഷം വൻ ശക്തികൾക്ക് വീറ്റോ പവർ, അല്ലാത്തവർക്ക് വീറ്റോ പവർ ഇല്ല. അപ്പോൾ അതിൽ ജനാധിപത്യമുണ്ടോ? അപ്പോൾ ഒരു ജനാധിപത്യപരമായ മൂല്യം പോലും ഇല്ലാത്ത സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അതിങ്ങനെ ഒന്നും ഉണ്ടായാൽ അവിടെ നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് അത് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനാ പ്രമേയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ ആരർത്ഥമില്ല, അതിന് യാതൊന്നും ചെയ്യാനില്ല. മറ്റേ ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞതല്ലേ? കൊല്ലം എത്രയാണ് തുടങ്ങിയിട്ട്? പിന്നെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചേക്കണ ഏത് കാര്യം എന്ത് നടന്നിട്ടുണ്ട്? ലോകത്ത് ആയുധ നിർമ്മാണം കുറക്കണം പറഞ്ഞോ? അമേരിക്ക പുല്ലുവില കൽപ്പിച്ചിട്ടുണ്ട് അതിന്? ഇല്ലല്ലോ. അമേരിക്ക തന്നെ അതിന് പുല്ലുവില കൽപ്പിച്ചിട്ടില്ല. പിന്നെ ആര് കുറക്കണമെന്നാണ് പറയണേ? ബാക്കിയുള്ളവരൊക്കെ കുറക്കണം, ഞങ്ങൾ കുറക്കില്ല എന്ന്. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് ആളുകൾ പറയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരൊരു ടെറർ ഓർഗനൈസേഷൻ ആണെന്ന്, ഭീകരവാദികളാണ്. ആ ഭീകരവാദികൾ മനുഷ്യ കവചങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. ആശുപത്രിയുടെ സ്കൂളുകളുടെയൊക്കെ അടിക്ക് ബങ്കറുകൾ പണിതിട്ട് ബങ്കറുകളിൽ ആയുധം വെച്ച് ആ ആയുധത്തിന് കാവലിരുന്നുകൊണ്ട് അവിടെ നിന്ന് ആയുധങ്ങൾ എടുത്ത് വിട്ടു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ ആക്രമിക്കപ്പെടും. എങ്ങനെയാണ്? ഇപ്പോൾ ആരാധനാലയത്തിൽ ആയുധം വെച്ചുകൊണ്ട് സായുധരായിട്ടുള്ള തീവ്രവാദികൾ ഒളിച്ചിരുന്നാൽ അവിടെ പോലീസ് ചെല്ലും, സൈന്യം ചെല്ലും. ശരിയല്ലേ? അതെ. നമ്മുടെ എന്താണ് അതിൻ്റെ പേര്? ഗോൾഡൻ ടെമ്പിൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പോൾ ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ ആയുധധാരികൾ കയറി ഇരുന്നിട്ട് തോക്കുമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അവിടെ തോക്കും പിടിച്ച് അങ്ങോട്ട് പോലീസ് ചെല്ലുമ്പോൾ വെടിവെക്കുമെന്നുണ്ടെങ്കിൽ ഡൈനാമിറ്റിട്ട് തകർക്കേണ്ടി വരില്ലേ? അതെ. യുദ്ധം അതല്ലേ? പിന്നെ വേറെ ചില മാനവികവാദികൾ ഇറങ്ങുന്നുണ്ട്. ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാന്ന്. ഞാൻ ചോദിക്കട്ടെ, ഏത് യുദ്ധത്തിലാണ് ഈ അവസ്ഥ ഇല്ലാതായി പോയേക്കണം? ഏതെങ്കിലും യുദ്ധം പറയൂ. എല്ലാ യുദ്ധവും കുരുക്ഷേത്ര യുദ്ധങ്ങളാണ്. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ നിയമം എന്നല്ലാതെ അതിന് മുൻപുള്ള നിയമം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും ഒരാളും പാലിച്ചിട്ടില്ല, പാലിക്കപ്പെടില്ല. കാരണം നിങ്ങളെ കൊല്ലാൻ ഞാനും ചാകാതിരിക്കാൻ നിങ്ങളും പരിശ്രമിക്കുന്നതാണ് യുദ്ധം. അപ്പോൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് കൊല്ലാൻ കഴിയുമെങ്കിൽ അവനെ കൊല്ലാനേ നോക്കുകയുള്ളൂ. അതിന് ഏതു മാർഗവും യുദ്ധത്തിൽ സ്വീകരിക്കും.
ഇപ്പോൾ ഇസ്രായേൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരനും ആയുധം താഴെ വെച്ച് കീഴടങ്ങുക, പിടിച്ചുകൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക. ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ ഈ യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഫിനിഷ് ചെയ്യും. വരും ദിവസങ്ങളിൽ അത് ഏതാണ്ട് സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഈ ബാക്കിയുള്ളവർ ചുമ്മാ ഇരുന്ന് പറയല്ലേ. ഇപ്പം ഖത്തർ എന്ത് ചെയ്ത്, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത് ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും സൈന്യശേഷിയില്ലല്ലോ. ഒന്ന് അമേരിക്ക കൊടുക്കണം സൈന്യം. അമേരിക്കക്കാര് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ചാകാൻ വിട്ടുകഴിഞ്ഞാൽ ട്രംപിന് പിന്നെ അമേരിക്ക കയറാൻ പറ്റില്ല. അതുകൊണ്ട് അത് നടക്കില്ല. നമുക്ക് കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുന്നത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.